മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പീഡാസഹനങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നും, വിവിധങ്ങളായ കുടുംബങ്ങളിൽ നിന്നും, വിവിധങ്ങളായ സമൂഹങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുടെ മനസ്സിൻ്റെ ഭാരങ്ങളും സങ്കടങ്ങളും യേശുവിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പണം ചെയ്യുകയാണ്. അന്തസ്സും ജോലിയും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും സുഖലോലുപതയുടെ വഴിയിലൂടെ കടന്നു പോകാതെ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി വ്യക്തികൾ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ പോകാമായിരുന്നിട്ടും യേശുവിൻ്റെ പിന്നാലെ എന്തുകൊണ്ട് പോയി? വചനം ഓർമ്മപ്പെടുത്തുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? മക്കളെ, വിശുദ്ധരുടെ വീരോചിതമായ ജീവിതം ഒന്ന് മാത്രമാണ് പറയുന്നത്: ക്രിസ്തുവിനോടുള്ള അത്യഗാധമായ സ്നേഹം. തിന്മയെ വിട്ടുപേക്ഷിക്കാനും നന്മ പ്രവർത്തിക്കാനും ഏതവസ്ഥയിലുള്ളവരും കടന്നു വരികയാണ്. രാജാവും ഭിക്ഷാടകരും, ഡോക്ടറും രോഗിയും, ധനവാനും ദരിദ്രനും, വെളുത്തവനും കറുത്തവനും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഓടിയെടുക്കുകയാണ്. ഈശോയാണ് ഏറ്റവും വലിയ നിധി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയെ സ്വന്തമാക്കാൻ, എന്തും ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. ഉന്നത ബിരുദങ്ങൾ, ഉന്നത ജോലികൾ, ഉന്നതമായ ശമ്പളം, ഉന്നതമായ പദവികൾ, ഉന്നതമായ ജീവിത സൗകര്യങ്ങൾ, ഉന്നതമായ പാരമ്പര്യം എല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയാൻ ഈശോയുടെ സ്നേഹത്തെ പ്രതി അവർ തയ്യാറായി. എന്തെങ്കിലും നേടാനായിട്ടല്ല, എല്ലാം യേശുവിനായി നൽകാനും നഷ്ടപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് അവർ അപ്രകാരം ചെയ്തത്. ആർക്കും എവിടെയും വചനം കേൾക്കാനും ഷെയർ ചെയ്യാനും നമുക്കും സാധിക്കുകയില്ലേ? വചനത്തിനൊരു അക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ നിന്ന് അനേകായിരങ്ങളിലേക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ ആളിപ്പടർത്തുവാൻ നമ്മെയും ദൈവം വിളിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ വിളിയെ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താനാവാത്ത ഒരു വലിയ പവർ ഈ വചനത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപ്പെടുത്താൻ സാധ്യമല്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ തിരുവചനം ആവർത്തിച്ചു പറഞ്ഞ് ഒരു വലിയ ദൈവസ്നേഹ അഗ്നിചൂളയായിട്ട് ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കട്ടെ. അനേകായിരങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.